34 പേജിന്റെ അവസാന ഭാഗത്ത് അബുശാമ റഹിമഹുല്ല മുകളിൽ പറയപ്പെട്ട 3 ഹദീസുകളുടെ സനദുകളുടെ അവസ്ഥ വിവരിക്കുന്നു. വകുല്ലു ദാലിക ബി അസാനീദ ളിആഫിൻ, മുകളിൽ പറയപ്പെട്ട ഹദീസുകളൊക്കെ ദുർബലമായ സനദുകളിലൂടെ വന്നതാണ്. ഫൽ അവലു ഇബ്നു അബി സബ്റ അൻ ഇബ്രാഹിം ഇബ്നു മുഹമ്മദ്, ഇബ്രാഹിം ഇബ്നു മുഹമ്മദ് എന്നിവരെ തൊട്ട് ഇബ്നു അബി സബ്റ റിപ്പോർട്ട് ചെയ്തതാണ് ഒന്നാമത്തെ ഹദീസ്. വഫി സാനി അൽ ഹജ്ജാജ് ഇബ്നു അർത്താത്ത്, രണ്ടാമത്തെ ഹദീസിന്റെ പരമ്പരയിൽ ഹജ്ജാജ് ഇബ്നു അർത്താത്ത് ഉണ്ട്. വഫി സാലിസ് ഇബ്നു ലഹിയ ഉണ്ട്. വല്ലാഹു അലം. വഖദ് അഖ്റജ ഹദീസ് ആയിഷ അത്തിർമിദി, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് തുർമിദി ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫി ജാമിഅഹി, ബഹുമാനപ്പെട്ടവരുടെ ജാമിഅയിൽ. വതഅന ഫീഹി, ഈ ഹദീസ് നമുക്ക് സ്വീകാര്യയോഗ്യമല്ല എന്ന വിവരവും തുർമുദി ഇമാം അവിടെ വിവരിച്ചിട്ടുണ്ട്. ഖാലൽ ഇമാം അബൂബക്കർ ഇബ്നുൽ അറബി ഫി ശറഹിഹി, ഇമാം തുർമുദി റഹിമഹുല്ലാഹുവിൻ്റെ കിതാബിൻ്റെ വിശദീകരണത്തിൽ അബൂബക്കർ ഇബ്നുൽ അറബി എന്നവർ പറഞ്ഞിട്ടുണ്ട്, ബാബു ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാൻ പകുതിയുടെ രാത്രിയെ സംബന്ധിച്ചുള്ള അധ്യായത്തിൽ സക്ര അബൂ ഈസ ഫി ദാലിക ഹദീസ് അൽ ഹജ്ജാജ് ബിൻ അർത്താത്ത്, അബൂ ഈസ എന്നവർ ഹജ്ജാജ് ബിൻ അർത്താത്തിന്റെ ഹദീസിനെ ഇവിടെ ഉദ്ധരിച്ചു. ഐ യഹ്യ ബിൻ അബി കസീർ അൻ ഉർവ, ഇതാണ് ഈ ഹദീസിന്റെ പരമ്പര. വതഅനൽ ബുഖാരിയു ഫീഹി മിൻ വജ്ഹൈനി, ഈ ഹദീസിനെ സംബന്ധിച്ച് ഇമാം ബുഖാരി റഹിമഹുല്ല അതിന്റെ തകരാറ് പറഞ്ഞിട്ടുണ്ട് 2 രൂപത്തിൽ. അഹദുമ, ഒന്ന്, അന്നൽ ഹജ്ജാജ ലം യസ്മഅ മിൻ യഹ്യ ബിൻ അബി കസീർ, ഹജ്ജാജ് യഹ്യ ബിൻ അബി കസീറിൽ നിന്ന് ഹദീസ് കേട്ടിട്ടില്ല, അഥവാ അങ്ങനെ ഹദീസ് കേൾക്കാനുള്ള സാഹചര്യം അവർക്കുണ്ടായിട്ടില്ല. വലം യസ്മഅ യഹ്യ മിൻ ഉർവ, യഹ്യ ഉർവയിൽ നിന്നും ഹദീസ് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഫൽ ഹദീസ് മഖ്തൂഉൻ ഫി മൗദിഅൈനി, ഈ ഹദീസ് 2 സ്ഥലത്തും മുറിഞ്ഞു പോയിട്ടുണ്ട്. അഥവാ ഞാനൊരു വിവരം റിപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ നേരിട്ട് കാണാത്ത അല്ലെങ്കിൽ നേരിട്ട് കേൾക്കാത്ത ഒരാളിൽ നിന്ന്, എന്നിട്ട് ഞാൻ പറയുക അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വാചകം പറയുക, യഥാർത്ഥത്തിൽ ഞാനും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അപ്പം അത്തരം രൂപത്തിലുള്ള ഹദീസുകൾ വന്നാൽ അതിനെക്കുറിച്ച് ഹദീസ് നിദാന പണ്ഡിതന്മാർ പറയാറുള്ളത് മഖ്തൂആയ ഹദീസാണ്, ഇടയിൽ ആരോ മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇടയിൽ മുറിഞ്ഞു പോയ ആളെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയും ഇല്ലാത്തത് കൊണ്ട് അത്തരം ഹദീസുകൾ നമുക്ക് സ്വീകാര്യയോഗ്യമല്ല എന്നതാണ് ഇതിൻ്റെ കാരണം. അത് മാത്രമല്ല വഅയ്ദൻ ഫൈനൽ ഹജ്ജാജ ലൈസ ബി ഹുജ്ജത്തിൻ, ഹജ്ജാജ് നമുക്ക് തെളിവിന് പറ്റുന്ന ഒരു ആളും അല്ല. ഖാല, എന്നിട്ട് ഇബ്നുൽ അറബി പറഞ്ഞിട്ടുണ്ട്, വലൈസ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ഷഅബാന, ഷഅബാൻ പകുതിയുടെ രാത്രിയെ സംബന്ധിച്ച് ഇല്ല ഹദീസുൻ യുസാവി സമാഹു, അത് നമുക്ക് സ്വീകാര്യയോഗ്യമായ ഹദീസിനോട് കടപിടിക്കുന്ന ഒരു ഹദീസും ഈ രാത്രിയെ സംബന്ധിച്ച് വന്നിട്ടില്ല. സുമ്മ ഖാല, എന്നിട്ട് അബൂബക്കർ ഇബ്നുൽ അറബി പറഞ്ഞു, വഖദ് ഊലിയന്നാസു ബിഹാ ഫീ അഖ്താരിൽ അർളി, ഷഅബാൻ പകുതിയുടെ രാത്രിയെ സംബന്ധിച്ച് ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ അതിൽ പൂണ്ടുപോയി, അതിൽ വല്ലാതെ മുഴുകിപ്പോയി. ആളുകൾക്കത് വലിയ ഒരു വിഷയമായി ജനങ്ങളുടെ ഇടയിൽ പിടിച്ചുപോയി. ഹദർതു ഫീ ഷഅബാന ബി ദിമഷ്ക് കുസൂഫൻ ഖമരിയൻ, ചന്ദ്രഗ്രഹണം കൂടി നടന്ന ഒരു ഷഅബാനിൽ ഞാൻ ഡമസ്കസ് പട്ടണത്തിൽ സന്നിഹിതനായിരുന്നു. ഫജ്തമൽ ഖൽഖുൽ കുസൂഫി, ഗ്രഹണ നിസ്കാരത്തിന് വേണ്ടി വലിയ ഒരു ജനക്കൂട്ടം ഒരുമിച്ച് കൂടി. വത്തഫഖലഹും അൽ കുസൂഫി തിൽക്കൽ ലൈല, അതിനോടനുബന്ധിച്ച് തന്നെ ഈ ഷഅബാൻ 15 രാവും കൂടി അടുത്തു വന്നു. വത്തസലത്ത് ലഹുമുൽ ലൈലത്താനി, 14-ാം രാവും 15-ാം രാവും തുടർച്ചയായി അവർക്ക് വന്നപ്പോൾ ഫമാ റഅയ്തു മുൻകറൻ ഖത്തു കാന അജ്മ മിൻഹു അല അജ്മല, അന്ന് കണ്ടതുപോലെയുള്ള തോന്നിവാസങ്ങളും മോശമായ പ്രവർത്തനങ്ങളും ജീവിതത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പോൾ നന്മയുടെ പേര് പറഞ്ഞുകൊണ്ട് നടത്തപ്പെടുന്ന ഈ പരിപാടി പലപ്പോഴും വലിയ തോന്നിവാസങ്ങൾക്കും തെറ്റായ പ്രവർത്തനങ്ങൾക്കും കാരണമായി തീർന്നു എന്നാണ് ബഹുമാനപ്പെട്ടവർ വിവരിച്ചു തരുന്നത്. ഇതാണ് എല്ലാ മോശമായ ബിദ്അത്തുകളുടെയും സ്വഭാവം. പ്രത്യക്ഷത്തിൽ നല്ലതാണ് എന്ന് കരുതിക്കൊണ്ടാണ് പലരും അത് തുടങ്ങുക എങ്കിലും പിന്നീട് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ലാത്ത, സഹാബത്തുൽ കിറാമിൻ്റെ മാതൃകയില്ലാത്ത രൂപത്തിൽ നാം ഇത്തരം പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ അത് അവസാനം ഇത്തരം മോശത്തരങ്ങളിലേക്കും തോന്നിവാസങ്ങളിലേക്കും എത്തിച്ചേരും എന്നതിനെ
മകുടോദാഹരണമായിട്ടാണ് ശഅബാൻ 15 ഈ രാത്രിയുടെ അവസ്ഥ ബഹുമാനപ്പെട്ടവർ നമുക്ക് വിവരിച്ചു തരുന്നത്. ഇത് തന്നെയാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന അനാചാരങ്ങളുടെയും അവസ്ഥകൾ. ഉറൂസിൻ്റെ പേരിലും അതുപോലെ ചന്ദനക്കുടത്തിൻ്റെ പേരിലും മറ്റ് നബിദിനാഘോഷങ്ങളുടെ പേരിലൊക്കെ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി പല കാര്യങ്ങളും നടത്തി അവസാനം ഇന്ന് തുടങ്ങിയവർക്കും അതിന് സപ്പോർട്ട് ചെയ്യുന്നവർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള തോന്നിവാസങ്ങൾ നമ്മുടെ നാടുകളിൽ അരങ്ങേറുമ്പോൾ അതിൻ്റെ എല്ലാം കാരണം അള്ളാഹുവിൻ്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും നിർദ്ദേശമില്ലാതെ നാം നമ്മുടെ യുക്തി കൊണ്ട് മതമുണ്ടാക്കിയാൽ, കാക്കത്തൂവൽ കൊണ്ട് അമ്പുണ്ടാക്കിയാൽ അത് കാഷ്ടത്തിലല്ലാതെ വീഴില്ല എന്ന് മുമ്പാരോ പറഞ്ഞതുപോലെ ഇത്തരം പ്രവർത്തനങ്ങളുടെയൊക്കെ പര്യവസാനം അവിടെയായിരിക്കും എന്നത് ഹിജറ 600 മുമ്പ് തന്നെ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നതുകൂടി ഇതിൻ്റെ കൂടെ നാം കൂട്ടി വായിക്കുന്നത് നന്നാകുന്നതാണ്.